الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായി ജീവിക്കാനും മരിക്കാനുമാണ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ, ആരാണ് മുസ്ലിം എന്ന ചോദ്യത്തിന് ഉത്തരം നാം കണ്ടെത്തേണ്ടി വരിക. ഇസ്ലാമി എന്ന പദത്തിൻ്റെ അർത്ഥം, മുസ്ലിമ് എന്നുള്ളതിൻ്റെ ആശയം, അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? കീഴൊതുങ്ങി ജീവിക്കുന്നവൻ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു നൽകിയ പാവനമായ പാത ഏതാണോ, ആ പാതയിൽ മാത്രം ജീവിതത്തെ, ദീനിന്റെ വിഷയങ്ങളെ, ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചേർത്തി ജീവിക്കുന്നവനാണ് മുസ്ലിം, മുഅ്മിൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിലേറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിന്റെ 21-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു നൽകിയ വലിയ ആശയം ഉൾക്കൊള്ളുന്ന റബ്ബിന്റെ വചനം എന്തായിരുന്നു അത്? വമിൻ ആയാതിഹി
അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. എന്തിനെ പ്രിയപ്പെട്ടവരെ? വമിൻ ആയാതിഹി, എന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ? അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുക, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തരുക എന്നുള്ളത് എന്തിനാണെന്നറിയോ? ലിതസ്കുനൂ ഇലൈഹാ, സമാധാനപൂർവം ഒത്തുചേരുന്നതിനായി. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് തന്നെ ഇണകളെ ഉണ്ടാക്കിയവനാണ് റഹ്മാനായ റബ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തിന്റെ ഒരു പ്രാപഞ്ചിക വ്യവസ്ഥയായിക്കൊണ്ട് തന്നെ പരിചയപ്പെടുത്തിയത്. എല്ലാ വസ്തുക്കൾക്കും ഇണകളുണ്ട്, എല്ലാവർക്കും ഇണകളുണ്ട്. മനുഷ്യരാശിക്കും പ്രിയപ്പെട്ടവരെ ഇണ എന്നുള്ള വ്യവസ്ഥയുണ്ട്. ഭാര്യയും ഭർത്താവും എന്നുള്ള ഇണ എന്തിനാണത്? ലിതസ്കുനൂ ഇലൈഹാ, സമാധാനപൂർണമായ ഒരു ജീവിതം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. അപ്പൊ സമാധാനപൂർണമായ ഒരു ജീവിതം വൈവാഹിക ജീവിതത്തിലൂടെ, വിവാഹ ജീവിതത്തിലൂടെ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. പലപ്പോഴും നമ്മുടെ മനസ്സുകൾ മന്ത്രിക്കുന്നുണ്ടാകും, വിവാഹ ജീവിതത്തിന് ശേഷമാണ് ഉള്ള സമാധാനം ഇല്ലാതായത് എന്നുള്ളത്. ഒരു രോഗം പഠിപ്പിക്കുമ്പോൾ ആ രോഗത്തിനുള്ള ചികിത്സയും ആ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ആ കാര്യത്തിലേക്ക് എത്തിച്ചേരേണ്ട വഴികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. നോക്കിയേ, ഈ സമാധാനപൂർണമായ ഒരു ജീവിതം ഉണ്ടാകാൻ ആരെ വിവാഹം കഴിക്കണമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തണം. പരിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങളിലൂടെ മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്ത് വലാ മുത്തഖിദാത്തി അഖ്ദാൻ, മ്ലേച്ഛവൃത്തിയിൽ ഏർപ്പെടാത്തവരാവണം, രഹസ്യ വേഴ്ചക്കാരെ സ്വീകരിക്കാത്ത പതിവ്രതകളെയാകണം നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു തരുന്ന ഒരു വലിയൊരു ആശയമാണ്. പ്രേമമെന്നും പ്രണയമെന്നും ഇനി അത്യാധുനിക ഭാഷയിലെ ചില വാചകങ്ങൾ ചേർത്ത് ഓമന പേരിട്ട് വിളിക്കുന്ന ബെസ്റ്റിയെന്നോ എന്തൊക്കെയുള്ള പേരുകളാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടുമെന്നുള്ളതാ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ. മുഹ്സനാത്തിൻ ഗൈറ മുസാഫിആത്ത്, രഹസ്യ വേഴ്ചക്കാരെ, അതല്ല എങ്കിൽ മ്ലേച്ഛവൃത്തിയിൽ ഏർപ്പെടാത്തവരാകണം. വലാ മുത്തഖിദാത്തി അഖ്ദാൻ, പതിവ്രതകളെയാകണം നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. ഇത് സ്ത്രീകളുടെ വിഷയത്തിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഒരു ആണിനെ എങ്ങനെ വിവാഹത്തിന് വേണ്ടി തെരഞ്ഞെടുക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഇദാ ഖതബ ഇലൈക്കും, നിങ്ങളുടെ അടുത്തേക്ക് വിവാഹാന്വേഷണവുമായി ഒരു വ്യക്തി കടന്നു വരികയാണ്. ആ വ്യക്തി എങ്ങനെയുള്ളവനാണെന്നറിയോ? മൻ തർലൗന ദീനഹു വ ഖുൽഖഹു, ദീനുള്ളവനാണ്, ദീനിനെ തൃപ്തിപ്പെട്ടവനാണ്, അവന്റെ സ്വഭാവങ്ങള് ദീനുമായി കൂടി ചേർന്നതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വിവാഹാന്വേഷണവുമായി കടന്നു വന്നാൽ ഉപ്പമാരെ ഫസുവ്വിജൂ, നിങ്ങൾ അവനെ വിവാഹം കഴിച്ചു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെയും പറഞ്ഞ രണ്ട് കണ്ടീഷൻ എന്താ? മൻ തർലൗന ദീനഹു വ ഖുൽഖഹു, ദീനുള്ളവനാകണം, സ്വഭാവത്തിന്റെ ഉത്തുംഗതയുള്ള നല്ല സ്വഭാവത്തിന്റെ വ്യക്തിയാകണം അവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മറ്റൊരു ഹദീസിലൂടെ കാണാൻ കഴിയും, തുൻകഉൽ മർഅതു ലി അർബഈൻ, ഒരു പെണ്ണിനെ വിവാഹം ചെയ്യുന്നത് 4 കാര്യങ്ങളിലൂടെയാണ്. ലിമാലിഹാ,
അവളുടെ സമ്പത്ത് നോക്കി വലി ഹസബിഹ, അവളുടെ തറവാടിത്തം നോക്കി വ ജമാലിഹ, അവളുടെ ഭംഗി നോക്കി വലി ദീനിഹ, അവളുടെ മതം നോക്കി അവളുടെ ദീന് നോക്കി. നീ ദീന് മുറുകെ പിടിക്കണേ, നീ ദീന് മുറുകെ പിടിക്കണേ, നീ ദീന് മുറുകെ പിടിക്കണേ. ആ ദീന് മുറുകെ പിടിച്ച് നീ മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു ഖൈറുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇങ്ങനെയുള്ളവരെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരിക. ഇനി പ്രിയപ്പെട്ടവരെ, ആ സമാധാനപൂർണമായ ജീവിതം കൈവരിക്കാൻ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകിയ കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ എന്താണ്? താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ അതല്ല എങ്കിൽ ആണിനെ കാണുക എന്ന ആ ഒരു സുന്നത്തായ കർമ്മം, അള്ളാഹുവിന്റെ ദീന് അനുവദിച്ചു നൽകിയ ആ ഒരു വിഷയം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അദ്ദേഹം ഇതാ ഒരു പെണ്ണിനെ വിവാഹാലോചന നടത്തിയിട്ടുണ്ട്. റസൂലേ, ഞാൻ ഇങ്ങനെ ഒരു പെണ്ണിനെ വിവാഹാലോചന നടത്തി. അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, നീ അവളെ കണ്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ആ പെണ്ണിനെ കണ്ടിട്ടില്ല. പ്രവാചകൻ പറയുകയാണ്, ഇലൈഹാ, നീ അവളെ കാണണേ, അവളുടെ ശരീരത്തിലേക്ക് നിനക്ക് നോക്കാം. അതേ, നിങ്ങൾക്കിടയിലുള്ള സ്നേഹം അത് മുറിഞ്ഞു പോവാതിരിക്കാൻ, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ സന്തോഷം ഉളവാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ ആ പെണ്ണിനെ നീ കാണുക എന്നുള്ളത് അത് പ്രതിഫലാർഹമാണ്, അനിവാര്യമായ കാര്യമാണ്. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകിയ കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പെണ്ണ് കാണുക അതല്ലെങ്കിൽ ആണിനൊക്കെ പെണ്ണിനെ കാണാനുള്ള ഒക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചു നൽകിയത്? പെണ്ണ് ഒരു ആണിനെ അവനാൻ കെട്ടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ കാണുക എന്നുള്ളതാണ്. ആണിന്റെ കൂട്ടുകാർക്ക് കാണാൻ പറ്റൂല, ചെങ്ങായിമാർക്ക് കാണാൻ പറ്റൂല, ഏതെങ്കിലും കുടുംബത്തിലെ അകന്ന ബന്ധുക്കൾക്ക് കാണാൻ പറ്റൂല. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരിക. ഇന്നത്തെ ട്രെൻഡ് എന്താ? എല്ലാവരും ഹോളിൽ ഇരിക്കുമ്പോ ആ പെണ്ണ് ഏതെങ്കിലും വെള്ളം കൊണ്ടോ ചായ കൊണ്ടോ വരിക, അവനവന്റെ കൂട്ടുകാരാണ് ഒപ്പം നിൽക്കുന്നത്. എന്നിട്ട് ഇവൻ ഇഷ്ടപ്പെടുന്നതിന് മുന്നേ അടുത്തുള്ളവനോട് ചോദിക്കുക എങ്ങനെയുണ്ടെന്ന്. പച്ച വ്യഭിചാരമാണ് പ്രിയപ്പെട്ടവരെ. ആ വിവാഹാന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നടക്കുന്നത് എന്ന ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. അവനവൻ കെട്ടുന്ന പെണ്ണിനെ, കെട്ടാൻ ഉദ്ദേശിക്കുന്നവളെ അവന് മാത്രമേ കാണാനുള്ള അവകാശവും അധികാരവും അള്ളാഹുവിന്റെ ദീന് നൽകിയിട്ടുള്ളൂ എന്ന ബോധ്യവും ചിന്തയും പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. ഞാൻ വിവാഹം ഉറപ്പിക്കുന്ന ആ ഒരു ആദ്യ ഘട്ടം നോക്കിയേ, കൈകൾ കൊടുക്കലാണ്. സേവ് ദ ഡേറ്റ് എന്ന ഓമന പേരിട്ടിട്ടുള്ള ചില പ്രക്രിയകളും ചില കാട്ടിക്കൂട്ടലുകളുമാണ്. അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണ്ടേ, ല അയ്യുതഅന ഫീ റഅസി റജുലിൻ ബിമിഖ്യത്തിൻ മിൻ ഹദീദിൻ ഖൈറും മിൻ അയമസ്സ ഇംറഅതൻ ല തഹില്ലു. ഒരു പെണ്ണിനെ അവൻ അനുവദനീയമല്ലാത്തൊരു പെണ്ണിന്റെ ശരീരത്തിൽ തൊടുന്നതിനേക്കാൾ അവനക്ക് ഖൈറ് അവന്റെ തലയിലേക്ക് ആണി അടിച്ചിറക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു പെണ്ണ് എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഹലാലാവുക? തന്റെ വലിയുമായി ഒരുമിച്ചിരുന്ന് കൈകൾ കൊടുത്ത് ഇന്ന സ്വർണ്ണാഭരണത്തിന് പകരമായി നിങ്ങളുടെ മകളെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഈ കല്യാണ ചെക്കൻ പറയുമ്പോഴാണ് ഉപ്പ വിവാഹം ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നിന്റെ ഭാര്യ എന്നുള്ള പദവിയിലേക്ക് അവൾ എത്തുക. അതിനു മുന്നേ അന്യ പെണ്ണാണ് നിശ്ചയിച്ചത് കൊണ്ട് കാര്യമില്ല. സേവ് ദ ഡേറ്റ് പോസ്റ്ററുകൾ ഇറങ്ങിയത് കൊണ്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈകൾ കൊടുത്താലടക്കം അല്ലാഹുവിന്റെ റസൂല് പറയാ, അവനവന്റെ തലയിലേക്ക് ആണി അടിച്ച് ഇറക്കുന്നതാണ് ഇതിനേക്കാൾ ഖൈറ്. എത്ര ഗൗരവമാണെന്ന് ആലോചിച്ചു നോക്കിയേ. എന്തൊക്കെയാണെന്ന് നടക്കുന്നത്?
കെട്ടിപ്പിടുത്തങ്ങളും തന്റെ ബെഡ്റൂമിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിസിറ്റിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത സമൂഹമാണ് വളർന്നു വരുന്നത്. അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കാര്യമാണ്. അന്ത്യനാളിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് പരസ്യമായി വ്യഭിചരിക്കുന്ന അവസ്ഥയുണ്ടാകും. അന്ന് ഏറ്റവും നല്ലവൻ ഈ മറയുടെ പിറകിൽ പോയി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്തൂടെ എന്ന് പറയുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിദൂരമല്ല പ്രിയപ്പെട്ടവരെ, പല കാര്യങ്ങളും ഇന്ന് മറ്റുള്ളവരെ കാണണമെന്ന രൂപത്തിലാണ് ഞാനും എന്റെ ഭാര്യയും നടക്കുന്നത്. എല്ലാവരും കാണട്ടെ, അതിന്റെ ലൈക്കുകൾ വരട്ടെ, അതിന്റെ കമന്റുകൾ വരട്ടെ, അത് സ്റ്റാറ്റസ് ആക്കാൻ മടിയില്ലാത്തവർ വർദ്ധിച്ചു വരികയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രതയുണ്ട് എന്ന് പഠിപ്പിച്ച വ്യക്തിത്വങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. എത്ര ഗൗരവമാണ്, എത്ര പ്രയാസപ്പെട്ടതാണ്. വിവാഹത്തിന്റെ ദിനങ്ങളിലെ ആ വീടിന്റെ അവസ്ഥ എന്താണ്? നമ്മളെ വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന എന്താ? ബാറക്കല്ലാഹു ലക വ ബാറക അലൈക വ ജമഅ ബൈനകുമാ ഫീ ഖൈർ. എന്താ പ്രിയപ്പെട്ടവർ അതിന്റെ അർത്ഥം? ബാറക്കല്ല, ബർക്കത്ത് ഉണ്ടാവണേ റബ്ബേ എന്നാണ്. ബർക്കത്ത് ഉണ്ടാവണേ. ആ ബർക്കത്തുണ്ടാകാൻ അനുകൂലമായ പ്രവർത്തനങ്ങളാണോ പ്രിയപ്പെട്ടവരെ വിവാഹത്തിന്റെ ദിവസങ്ങളിൽ വിവാഹവേദികളിൽ നടക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഒരു പെണ്ണിനെ കാണുമ്പോ ചൊല്ലേണ്ട പ്രാർത്ഥന എന്താണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ. പടച്ച റബ്ബേ, ഇവളിൽ നിന്നുള്ള ഖൈറിനെ ഞാൻ ചോദിക്കുകയാണ് നാഥാ. ഖൈറാണ് പടച്ചവനോട് ആ സമയത്ത് ചോദിക്കുന്നത്. ആ പടച്ച റബ്ബിന്റെ ഖൈറ് ലഭിക്കുന്ന പ്രവർത്തനങ്ങളാണോ വിവാഹ സദസ്സുകളിൽ ഉണ്ടാകുന്നത് എന്ന ബോധ്യവും ചിന്തയും പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. ഇനിയോ വിവാഹ ജീവിതത്തിലേക്ക് കടന്നാൽ എന്താണ് അവിടെ പ്രാർത്ഥിക്കുന്നത്? ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ. പടച്ച റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പിശാചിനെ അകറ്റണമേ നാഥാ. എന്നിട്ട് കലാമു ശൈത്താനാണ്, പിശാചിന്റെ സംസാരാണ് വിവാഹവേദികളിൽ നടക്കുന്നത്. എന്താ പ്രിയപ്പെട്ടവരെ പിശാചിന്റെ സംസാരം? മ്യൂസിക്കുകളാണ്, ചെണ്ടവാദ്യോപകരണങ്ങളാണ്, പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, പടക്കങ്ങളാണ്. ഇല്ലേ, 2 ആഴ്ച മുന്നേ അല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ അടുത്ത പ്രദേശത്ത്, കണ്ണൂർ പ്രദേശത്ത് ഒരു കുട്ടി ICU ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ പരിചരണത്തിൽ. ആ കുട്ടി ഇപ്പോഴും എന്തേ കാരണം? ഒരു കല്യാണ വീട്ടിൽ നടന്ന വൃത്തികെട്ട ആ രൂപത്തിലുള്ള പടക്കം പൊട്ടിക്കലും മറ്റുമൊക്കെയാണ്. ഒന്ന് ആലോചിച്ചോക്കെ നിങ്ങള്. അല്ലാഹു സുബ്ഹാനഹു വ തആല വമിൻ ആയാതിഹി, എന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് പരിചയപ്പെടുത്തിയ മഹത്വമായ പ്രതിഫലാർഹമായ ഒരു കാര്യത്തെയാണ് ഇത്തരം മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ പറയുന്ന ഒരു വാചകണ്ടില്ലേ, കുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ബലികർമ്മവും എന്റെ നമസ്കാരവും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം റബ്ബിനാണേ. എന്റെ ജീവിതം എന്റെ റബ്ബ് ഇഷ്ടപ്പെട്ട രൂപത്തിലാവണ്ട്. എന്നിട്ട് ആ റബ്ബ് ഇഷ്ടപ്പെട്ട രൂപത്തിലാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിലെ നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കുക. എന്റെ ജീവിതം എന്റെ റബ്ബ് ഇഷ്ടപ്പെട്ട രൂപത്തിലാണോ? എന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ട രൂപത്തിലാണോ എന്റെ കുടുംബത്തിന്റെ മറ്റു അവസ്ഥകൾ, ആഘോഷങ്ങൾ, കല്യാണ സദസ്സുകൾ, പാർട്ടികൾ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചു നൽകിയ കാര്യമാണ്. പരിശുദ്ധ ഖുർആനെ പഠിപ്പിക്കുന്നുണ്ട്, റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ മനസ്സുകളിൽ ഉള്ളത് നല്ലവണ്ണം അറിയുന്നവനാണ്. ഈ ആയത്ത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് എന്താ അറിയോ? വആതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബ്നുസ് സബീൽ. നിങ്ങൾ പാവപ്പെട്ടവരെ, കുടുംബ ബന്ധമുള്ളവൻ, അവന്റെ അവകാശം നീ നൽകണം. അഗതിക്കും വഴിപോക്കനും നീ സഹകരിക്കണം, നീ സഹായിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞെന്താ? വലാ തുബദ്ദിർ തബ്ദീറാ. നീ അമിതവയം ചെയ്തു പോകരുതേ. ദുർവയം നിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. വലാ തുബദ്ദിർ തബ്ദീറാ. അമിതവയം, ദൂർത്ത്, ദുർവയം
നിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. എന്നിട്ട് അള്ളാഹ് പറഞ്ഞെന്തറിയോ, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ്ശയാതീൻ. അതേ, അമിതവയം ചെയ്യുന്നവര്, ധൂർത്തടിക്കുന്നവര് പിശാചിന്റെ കൂട്ടാളികളാണ്. ഇതൊന്നും ഇങ്ങനെ പറയുമ്പോ നമുക്കത് തിരിയൂല. പിശാചിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ കൂട്ടുകാരായി നാം മാറി. അതും എവിടെയാ നടക്കുന്നത്? അള്ളാഹു പവിത്രമാക്കിയ സദസ്സുകളിലാ, അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന സദസ്സുകളിലാ, ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സുകളിലാ. എത്ര ഗൗരവമാണ് ഇതൊക്കെ. വലാ തുബദ്ദിർ തബ്ദീറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം ഒരു മയ്യത്ത് വീടിന്റെ പ്രതീതി ആവണം വിവാഹ വീടുകൾ എന്നല്ല. അങ്ങനെ അല്ലാഹ് പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ അല്ലാഹ് പഠിപ്പിച്ചു നൽകിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടില്ല. നോക്കിയേ നിങ്ങള്, വകുലൂ വശ്റബൂ, നിങ്ങൾ തിന്നോളി, നിങ്ങൾ കുടിച്ചോളി, അതിനൊന്നും കുഴപ്പമില്ല. വലാ തുസ്രിഫൂ, അമിതവയം ധൂർത്ത് നിങ്ങൾ കാണിക്കാൻ പാടില്ല. ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ധൂർത്ത് കാണിക്കുന്നവരെ റബ്ബ് ഇഷ്ടപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിവാഹ സദസ്സുകളിൽ ധൂർത്തിന്റെ അങ്ങേയറ്റം നടന്നുകൊണ്ടിരിക്കുമ്പോ ആ നവദമ്പതികൾക്ക് ബാറക്കല്ലാഹു ലക എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? കാരണം അല്ലാഹ് ഇഷ്ടപ്പെടൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുക. അള്ളാഹ്ക്ക് ഇഷ്ടല്ല എന്ന് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ കരിഅ ലക്കും സലാസൻ, അല്ലാഹു നിങ്ങളെ തൊട്ട് 3 കാര്യങ്ങൾ വെറുത്തിരിക്കുന്നു. ഏതൊക്കെയാ 3 കാര്യങ്ങൾ? ഒന്ന്, വഇളാഅത്തുൽ മാൽ, സമ്പത്ത് വെറുതെ അങ്ങോട്ട് ചെലവഴിക്കുക, ഒരാവശ്യവുമില്ലാതെ, ആവശ്യത്തിനല്ലാതെ, അത്യാവശ്യത്തിനല്ലാതെ, അനാവശ്യത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ സമ്പത്ത് ചെലവഴിക്കുന്ന അവസ്ഥ വർദ്ധിച്ചു വരികയല്ലേ, വർദ്ധിച്ചു കൊണ്ടിരിക്കല്ലേ. ഇനി വിവാഹ സദസ്സുകള് ഒന്നും വേണ്ടെന്നൊന്നല്ല അള്ളാന്റെ ദീന് പഠിപ്പിച്ചത്. കുലൂ വശ്റബൂ, നിങ്ങൾക്ക് തിന്നാം, നിങ്ങൾക്ക് കുടിക്കാം. വതസദ്ദഖൂ, നിങ്ങൾക്ക് ദാനധർമ്മവും ചെയ്യാം. വൽബസൂ, നിങ്ങൾക്ക് വസ്ത്രവും ധരിക്കാം. ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീലാ, അഹങ്കാരം ഉണ്ടാക്കാത്ത, അഹങ്കാരം നടിക്കാത്ത വസ്ത്രങ്ങള്, പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല കേട്ടോ, ധൂർത്തുണ്ടാവാൻ പാടില്ലട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്ന വേണം. ഇനി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ധൂർത്തടിച്ച് ചെലവഴിക്കാൻ പറ്റുമോ? എന്താണ് ഇന്നത്തെ കല്യാണത്തിന്റെ അവസ്ഥ? 1 2 ഭക്ഷണം ഉണ്ടാവുക എന്നുള്ളത് അതൊരു നാട്ടു നടപ്പാണ്. ഇനി അതിനല്ലേ എതിര് പറഞ്ഞ് 10 200 100 ഡിഷുകൾ കൊണ്ട് ഇന്ന് നമ്മുടെ വീട്ടിലെ ഭക്ഷണങ്ങൾ തീരുമാനിക്കുന്ന ഇവന്റ് മാനേജ്മെന്റാ. അവരുടെ പരസ്യങ്ങളാണ് പോകുന്നത്. യൂട്യൂബ് വ്ലോഗേഴ്സ് ഓരോ ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന കല്യാണ സദസ്സിലേക്ക് കയറിയിട്ട് ഇവരുടെ ഭക്ഷണ വിഭവങ്ങളുടെ സൗന്ദര്യത്തെയും അതിന്റെ അനുഭൂതിയെയും വിവരിക്കാണ്. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അടിപൊളി ഡിഷാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വിവാഹങ്ങൾ തീരുമാനിക്കുന്ന ഇവന്റ് മാനേജ്മെന്റാ. എത്രയെത്ര മുസ്ലിം ഉമ്മത്തിന്റെ കല്യാണ വീടുകളുടെ അവസ്ഥയാണ്. ഏതോ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് കയറി ചെല്ലുന്നത് പോലെ മുന്നില് 2 സ്ത്രീകളെയും നിർത്തുന്ന അവസ്ഥ, കല്യാണ പെണ്ണിനെ പ്രദർശിപ്പിക്കുന്ന അവസ്ഥ. ഇതൊക്കെ പറയുമ്പോൾ മുസ്ലിം ഉമ്മത്ത് ചിന്തിക്കണം, എന്തേ ഇവര് 6ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറിയിട്ടില്ലെന്ന് ചിന്തിക്കും. നമുക്കിത് ബോധ്യമാകണം. ഒരു പെണ്ണിന്റെ മുഖം കാണിക്കുന്ന വിഷയത്തിലടക്കം പണ്ഡിത ലോകത്ത് ഗൗരവമേറിയ ചർച്ചയുണ്ട്. ആ പെണ്ണിനെയാണ് 50,000 രൂപയുടെ പെയിന്റും അടിച്ച് പുട്ടിയുമിട്ട് ലോകത്ത് കടന്നു വന്ന എല്ലാ ആണുങ്ങൾക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ നിർത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞു? ഒരു പെണ്ണ് സുഗന്ധം ധരിച്ച് പുറത്തിറങ്ങിയ അവള് വ്യഭിചാരിണിയാന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ, നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകിയ അധ്യാപനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഖസ്ദ്, അല്ലാഹുവേ ഒരു മിതത്വം ഉണ്ടാക്കണേ റബ്ബിന്റെ ജീവിതത്തിൽ, ഒരു മിതത്വം ഉണ്ടാക്കണേ. അല്ലാഹ് പറഞ്ഞില്ലേ, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ.
സ്വതക്ക കൊടുക്കുന്ന രംഗത്താണ് ഈ ആയത്ത് പറഞ്ഞത്. എന്താ പറഞ്ഞത്? പറ്റങ്ങട്ട് ഇല്ലാതാവുന്ന അവസ്ഥയും പറ്റൂല, മുഴുവൻ ദൂർത്തടിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പറ്റൂല. അതിന്റെ ഇടയിലുള്ള ഒരു മിതത്വം പ്രിയപ്പെട്ടവർ, ഇത് മുസ്ലിമിന്റെ ഒരു നിലപാടായി കാണേണ്ടതുണ്ട്. എപ്പോഴും ഒരു മിതത്വം ഉണ്ടാവുക. ഏറ്റവും റസൂൽ പറയുന്നത് ഖൈറുൻ നിക്കാഹി ഐസറഹു, ഖൈറുൻ നിക്കാഹി ഐസറഹു, ഏറ്റവും ഉത്തമമായ വിവാഹേത, ഏറ്റവും ലളിതമായ വിവാഹം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇത് നമ്മുടെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ തിരുത്തണം. എന്റെ ഉമ്മത്ത് കടന്നു വരും, എന്റെ ഉമ്മത്തിൽ ഒരു സമുദായം കടന്നു വരും. അവര് കടന്നു വരുന്ന കാലഘട്ടത്തിൽ പട്ടിനെയും വാദ്യോപകരണങ്ങളെയും സ്വർണങ്ങളെയും നർത്തകിമാരെയും ഒക്കെ ഹലാലാവുമെന്നവർക്ക്. അന്നവർക്ക് മ്യൂസിക് പ്രശ്നമില്ല, അന്നവർക്ക് വിവാഹ സദസ്സുകളിലെ ഡാൻസുകൾ പ്രശ്നമില്ല. ഖിയാമത്ത് നാളിന്റെ അടയാളമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എണ്ണിയതാ. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിന്ത എന്താ അറിയോ? ഇതിപ്പോ ഞാൻ എന്റെ കുടിയിൽ നിന്ന് മാത്രം മാറ്റിയിട്ട് ഇപ്പൊ എന്താ കാര്യം എന്നുള്ളതാണ്. ഇതിപ്പോ ഞാൻ മാറ്റിയിട്ട് ഇപ്പൊ എന്താ കാര്യം, അങ്ങനത്തെ ഒരു ചിന്തയാണ്. എല്ലാരും ഇപ്പൊ അങ്ങനെയല്ലേ? ഇപ്പൊ കുട്ടികൾക്ക് വിഷമാവും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, നബിയേ താങ്കൾ പറയണേ, കുല്ലാ യസ്തവിൽ ഖബീസ് വത്വയ്യിബ്, അതേ നല്ലതും ചീത്തതും ഒരിക്കലും സമമാവുകയില്ല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, തിന്മ എന്നുള്ളത്, മോശപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും അതിന്റെ അധികരണം കൊണ്ട് എല്ലാവരും ചെയ്യണ്ടല്ലോ, ഇനിയിപ്പൊ ഞാൻ മാത്രം ചെയ്യാതിരുന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാം. അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 ചില്ലാന വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിന്റെ കലാമിലൂടെ ഈ മാനവരാശിയെ പഠിപ്പിച്ചത് എന്ന് ബോധ്യം ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ. നമ്മളൊരാൾ തുടങ്ങി വെച്ചത്, ഒരു കുടുംബത്തിലെ എളാപ്പ തുടങ്ങിച്ചാവും, അല്ലെങ്കിൽ മൂത്താപ്പ തുടങ്ങിച്ചാവും, അവിടുന്നാണ് തുടങ്ങുക. ഓന്റെ കല്യാണം അങ്ങനെ ഇരുന്നില്ലേ, നമ്മൾ മോശാക്കിയപ്പോ എന്താ കുടുംബക്കാര് പറയാന്നുള്ളതാ. ഏതെങ്കിലും ആയിഷയും ഏതെങ്കിലും ആളുകളും പറയുന്നതാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ എന്തോ ഒരു ഇടങ്ങേറ്. പടച്ച റബ്ബ്, റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ നമുക്ക് മുഖം നിവർത്തി നിൽക്കണം. അതിന് നമുക്ക് കഴിയോ? ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഇത്തരം പ്രോകൃതായ ഇത്തരം വൃത്തികെട്ട പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മളൊന്ന് മനസ്സിരിക്കുന്ന ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നാമാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതുമൊക്കെ. വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും, അവരെ പ്രവർത്തിച്ചതും അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളും നാം രേഖപ്പെടുത്തുക തന്നെ ചെയ്യുന്നതാണ്. നാം പ്രവർത്തിച്ചതിന്റെ അനന്തര ഫലങ്ങൾ, അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ട്. നമ്മളൊരു കാര്യം തുടങ്ങിച്ചു, അത് നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുക, അതിന്റെ ശിക്ഷ ആയിരിക്കാം, അതിന്റെ ശിക്ഷ ആയിരിക്കാം പ്രിയപ്പെട്ടവരെ നമുക്കാണ് എന്ന ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത് മാത്രമാണോ? എത്ര എത്ര കല്യാണങ്ങളാണ് നടക്കാത്തത്, എത്ര എത്ര യുവാക്കളാണ്, യുവതികളാണ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭീകരമായ സ്ത്രീധനത്തിന്റെ കണക്ക് പറഞ്ഞ്, ഭീകരമായ ചെലവ് പറഞ്ഞ് എങ്ങനെ എന്റെ കുട്ടിനെ കെട്ടിക്കാൻ നിൽക്കറിയില്ല എന്നാണ് പല വാപ്പമാരുടെയും സങ്കടം. ഈ അവസ്ഥ എവിടെ നിന്ന് കടന്നു വന്നതാ? നമ്മുടെ സമൂഹത്തിലുണ്ടായ കാര്യമല്ലേ? ഇത് തിരുത്തേണ്ടത് നമ്മളല്ലേ പ്രിയപ്പെട്ടവരെ? പലതുള്ളി പെരുവെള്ളം എന്ന് നാം പറയലുണ്ടല്ലോ. പതിയെ പതിയെ നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങുക. സാധിക്കാത്ത വിഷയങ്ങളൊന്നുമില്ല, ഒന്നും ചെയ്യണ്ട, ഒന്നും പ്രവർത്തിക്കണ്ട എന്നൊന്നല്ല പറഞ്ഞത്. ഈ വിവാഹം പലപ്പോഴും കുറച്ചൊക്കെ പ്രായമായ ആളുകൾക്കാണ്. ഇന്ന ആളുകളെ വിളിക്കണം, ഇത്ര ആളുകളെ വിളിക്കണം, മോൻ്റെ കല്യാണം എങ്ങനെയായിരുന്നു, നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ മോശ. എന്നിട്ട് ഈ പാവത്തിന്റെ കല്യാണം നീണ്ടു പോവുക. ഇവൻ തിന്മകളിലേക്ക് അകപ്പെട്ടു പോവുക. അതിന്റെ എല്ലാം ശിക്ഷ വല്ലാഹി പ്രിയപ്പെട്ടവരെ ആ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും. ഒരു സംശയമില്ല, ഇതിന്റെ വാചകല്ല. മഹാരഥന്മാരായ പണ്ഡിതന്മാര് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെയും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെയും കൃത്യമായി പഠിപ്പിച്ചു നൽകിയ വിഷയമാണ്. ഈ ബോധ്യം നമുക്കുണ്ടാകണം, ഈ ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത്തരം വിഷയങ്ങൾ ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് പലപ്പോഴും പ്രയാസമാവും. കാരണം നാട്ടിലുള്ള ഒരു നടത്തിപ്പ് അങ്ങനെ ആയതുകൊണ്ട് അവിടെ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മുഅ്മിനാവുക. കൂടെ കൂടികളാവാൻ പാടില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൂടെ കൂടികളാവാൻ പാടില്ല. നാടോടുമ്പോ നടുവോടുക എന്ന് പറയല്ലോ, ഇത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറ്റാത്ത കാര്യമാണ്.
ഇത് മുസൽമാന് പറ്റാത്ത കാര്യമാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങി ജീവിക്കുന്നവൻ എന്നുള്ളതല്ലേ അള്ളാഹുവിന്റെ ദീന്, ആ ഒരു പദത്തിന്റെ അർത്ഥം എന്നുള്ള ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ വിവാഹ സദസ്സുകളൊക്കെ ഏറ്റവും ഭംഗിയായ സദസ്സുകളാണ്. ഒരു വിവാഹം നടക്കാൻ എന്തേ വേണ്ടതുള്ളൂ? ഒന്നൊരു കല്യാണച്ചക്കനും കല്യാണം പെണ്ണും മതി, വലിയ മതി, 2 സാക്ഷികൾ മതി. ഇവിടെ വിവാഹം പൂർത്തിയായി പ്രിയപ്പെട്ടവരെ. വലീമ എന്നുള്ളതും നിർബന്ധമല്ല. പണ്ഡിത ലോകത്ത് അഭിപ്രായമുണ്ട് എങ്കിലും പ്രബലമായൊരു സുന്നത്തി എന്ന് നമുക്കത് വിശേഷിപ്പിക്കാം. അതും എപ്പോഴാ വേണ്ടത്? ഈ ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതം തുടങ്ങിയതിന് ശേഷം, നിക്കാഹ് കഴിയുന്നതിന് മുമ്പേണ് പല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളും. ആ വലീമ എന്നുള്ള ആ ഒരു ഗണത്തിൽ അത് പരിഗണിക്കുമോ എന്ന് നാം വേറെ ആലോചിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിലൊരു ബോധ്യം ഉണ്ടായി സുന്ദരമായ വിവാഹങ്ങളാവാൻ. ഖൈറുൻ നിക്കാഹ്, ഏറ്റവും സുന്ദരമായ നിക്കാഹ് ആരാ? ഇത് റസൂലുള്ളാഹിയാ പഠിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാ പഠിപ്പിക്കുന്നത്. ഏറ്റവും ലളിതമായ വിവാഹം എന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസികും ഇയായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വിവാഹ സദസ്സുകൾ എങ്ങനെയാകണമെന്നുള്ളതാണ് നാം മനസ്സിലാക്കിയത്. ഒരുപാട് പറയുക കേൾക്കുക എന്നുള്ളതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഈ അധ്യാപനങ്ങൾ ഉപകാരപ്പെടണമെന്നുള്ളതാണ്. നമുക്ക് എത്ര വിവാഹങ്ങളാണ് കടക്കെണിയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നറിയോ? മകളെ വിവാഹം കഴിപ്പിച്ചതിന്റെ പേരിൽ പല വാപ്പന്മാരുടെയും വീടുകളിൽ ലോണിലാണ്. അവരുടെ കടങ്ങൾ തീർന്നിട്ടില്ല, അവരുടെ പ്രവാസ ജീവിതം ഒഴിവാക്കാനായിട്ടില്ല, അവരുടെ പ്രാരാബ്ദങ്ങൾ അവസാനിച്ചിട്ടില്ല. എന്തേ കാരണം? കല്യാണം മാത്രമാണ്. ഈ ബോധ്യം നോക്കിയ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയെ വ്യഭിചാരോപണം നടത്തിയ വ്യക്തിയാണ് അബ്ദുല്ലാഹിബ്നു സുലൂൽ എന്ന മുനാഫിഖിന്റെ നേതാവ്. ഈ അബ്ദുല്ലാഹിബ്നു സുലൂലിന്റെ മയ്യത്ത് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ഈ അബ്ദുല്ലാഹിബ്നു സുലൂലിന്റെ മയ്യത്ത് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, കടക്കണിയുമായി കടന്നു വന്ന പ്രവാചകന്റെ ഒരു അനുയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കരിക്കാൻ വിസമ്മതിച്ചു എന്നുള്ളതാ. നിങ്ങളുടെ സഹോദരന് വേണ്ടി നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള മാറി. ആ സമയത്താണ് ഒരു സഹാബി ഏറ്റെടുത്ത്, റസൂലേ ഞാൻ ചെയ്തുകൊള്ളാം റസൂലേ. അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു ഏറ്റെടുക്കുകയാണ്, ഞാൻ ചെയ്തുകൊണ്ട് റസൂലേ നിങ്ങൾ നിസ്കരിക്കുക. എന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്. എന്നിട്ട് ആ സ്വഹാബി അടുത്ത ദിവസം കണ്ടപ്പോ അടുത്ത ദിവസം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, നീ ആ കടം കൊടുത്തു വീട്ടിയോ അബൂ ഖത്താദ? ഇല്ല റസൂലേ, ഇന്നലെ മരിച്ചിട്ടല്ലുള്ളൂ. നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുവന്നു എന്ന. ഇത് സഹാബിക്ക് മനസ്സിലായി. ആ സഹാബി പെട്ടെന്ന് തന്നെ കൊടുത്തു വീട്ടുകയാണ്. റസൂലുള്ളാഹിയോട് പറഞ്ഞു, ആ വ്യക്തിയുടെ ശരീരം അബൂ ഖത്താദ തണുത്തത് ഇപ്പോഴാണ് അബൂ ഖത്താദ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രിയപ്പെട്ടവരെ കടം മേടിച്ച് കൂട്ടുന്നൊരു പ്രവണത നമുക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ പോലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. അല്ലാഹുവേ, പാപങ്ങളെ കുമിഞ്ഞുകൂടുന്നതിനെ തൊട്ടും കടബാധ്യതയുള്ളവരാകുന്നതിനെ തൊട്ടും എന്നെ കാത്തു രക്ഷിക്കണമേ നാഥാ എന്ന് റസൂലുള്ളാഹി നമസ്കാരത്തിൽ പോലും പ്രാർത്ഥിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞാൽ തീരൂല കടവുമായി ബന്ധപ്പെട്ട ഗൗരവം. ആ കടങ്ങളിൽ തന്നെ ഇന്ന് പലിശയാണ്. നമ്മുടെ ഭക്ഷണ ഹറാമിൻ്റെതാവും,
കുടിക്കുന്ന പാനീയ ഹറാമിൻ്റെതാവും, വസ്ത്ര ഹറാമിൻ്റെതാവും. ഈ പരീക്ഷ തിന്നുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ എങ്ങനെ ഉത്തരം നൽകാനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. അവന്റെ പ്രാർത്ഥന സ്വീകരിക്കൂലെന്ന അത്രയും ഗൗരവമുള്ള കാര്യങ്ങളാണിത്. ഈ വിഷയത്തിലൊക്കെ നല്ലൊരു ശ്രദ്ധ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. ഒരു കാര്യം കൂടി, പലപ്പോഴും ഇന്നത്തെ കല്യാണങ്ങളുടെ ഒരു അവസ്ഥ എന്ന് ചോദിച്ചാൽ ബൊഫേ സിസ്റ്റാണ്. നാം വിളിച്ചു വരുത്തിയ എല്ലാവരെയും ഒരു അപമാനിക്കുന്നതിന് തുല്യം പാശ്ചാത്യ സംസ്കാരങ്ങൾ നമ്മൾ കടമെടുക്കുമ്പോ മുസ്ലിം ഉമ്മത്തിന്റെ പവിത്രത കളങ്കപ്പെടാതാവണം പ്രിയപ്പെട്ടവരെ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നാളെ അന്ത്യദിനത്തിലും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാകണോ, ഫൽയുക്രിം ലൈഫ, അവനവന്റെ അതിഥിയെ മാന്യമായി അവനോട് ഇടപെടട്ടെ, പെരുമാറട്ടെ, വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുത്തി ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയണം. ആർഭാട കല്യാണങ്ങൾ ഒഴിവാക്കണം പ്രിയപ്പെട്ടവരെ. ലക്ഷങ്ങളുടെ മണ്ഡപങ്ങളാണ് എടുക്കുന്നത്. വേണ്ടെന്നല്ല പറഞ്ഞത്, നമുക്ക് കൊത്താൻ കഴിയുന്നത് മാത്രം നാം കൊത്തുക. അണ്ണാരക്കണ്ണിന് തെന്നാലായത് എന്നൊരു പഴഞ്ചൊല്ല് നമ്മൾ പറയലുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്താൽ മതി. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ കടബാധ്യതയുടെ അങ്ങേയറ്റത്തെത്തി പ്രിയപ്പെട്ടവരെ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ മുഖം കുത്തി നരകത്തിലേക്ക് എറിയപ്പെടുന്നൊരവസ്ഥ നമുക്കുണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നാം മുസ്ലിമാവുക, നാം മുഅ്മിനാവുക. അത്തരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കാൻ നമ്മുടെ ഒരു സഹോദരന്റെ ഉമ്മ രോഗകാരണത്താൽ ഹോസ്പിറ്റലിലായിരുന്നു. ആ ഉമ്മ മിനിനാന്ന് മരണപ്പെട്ടു. അല്ലാഹുവേ, അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവരെ ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അതുപോലെ നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യയുടെ പിതാവിന് രോഗം കാരണത്താൽ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഉപ്പയുടെ രോഗത്തിന് അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ദീന പഠിപ്പിച്ച നിങ്ങളുടെ ഉസ്താദുമാര്, പണ്ഡിതന്മാര്, ആലിമീങ്ങൾ പലരും ഖബറിലാണ്. ഖബറിടം വിശാലമാക്കണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തൗഫീക്ക് നാഥ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ദീനിന്റെ ധ്വജവാഹകരാക്കണേ അല്ലാ. ദീന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മുഅ്മിനായി മുസ്ലിമായി മരിക്കാനുള്ള തൗഫീക്ക് നാഥ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ. اللهم أدخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.